ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ എന്തൊക്കെ പ്രഹസനമായിരുന്നു കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം പല അഴിമതി കേസുകളുടെയും മറ്റും ആരോപണങ്ങൾ ദ്രുതഗതിയിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അജണ്ടയും അതിൽ പലരെയും പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയും ഒക്കെ നടക്കുന്നത്. അത്തരത്തിൽ പിണറായി വിജയനെ താഴെ ഇറക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള മറ്റു വഴികളില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്കുമേൽ ഒരു കുറ്റം ആരോപിച്ച് എത്ര വിദഗ്ധമായാണ് കോൺഗ്രസ് കേരളത്തിൽ കഥകൾ മെനഞ്ഞതും ബി ജെ പി കൂട്ടാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതും. പക്ഷേ ഇപ്പോൾ അട്ടപ്പട്ടലം പെട്ടത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ തലക്കിട്ട് കിട്ടിയ അടി തന്നെയാണത്. അടിത്തറ തന്നെ ഉറപ്പില്ലാതെയാകുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരാണ് ഇത്തരം വലിയൊരു അഴിമതിയിൽ പ്രതികളായിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർക്ക് താഴെത്തട്ടിലുള്ളവരെ ഉപദേശിക്കാനും നന്നാക്കാനും എന്ത് യോഗ്യതയാണുള്ളത്? അത് മുതലെടുക്കാൻ അണികൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. കോടികളുടെ അഴിമതി നടത്തിയവരാണ് മറ്റൊരാളെ കുറ്റം പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഉടനെ വീഴുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസുകാർക്കിടയിൽ അഴിച്ചുപണി നടത്തി കേരളത്തിന്റെ അധികാരം ഇപ്പോൾ പിടിച്ചെടുക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്ന് കണ്ടറിയണം. നാഷണൽ ഹെറാൾഡ് കേസിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി രാഹുൽ ഗാന്ധി. അമേരിക്കൻ സന്ദർശനം രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ നീട്ടില്ല. 21, 22 തീയതികളിലെ പരിപാടികൾക്ക് ശേഷം രാഹുൽ ഗാന്ധി മടങ്ങിയെത്തും. അതേസമയം ഇ ഡി നീക്കത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. ദില്ലിയിലും സംസ്ഥാനങ്ങളിലും തുടർ പ്രതിഷേധം സംഘടിപ്പിക്കും. കേസ് പരിഗണിക്കുന്ന 25-ന് ഇ ഡി ഓഫീസുകൾ ഉപരോധിക്കാനും നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കിയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കുറ്റപത്രം നൽകിയിരിക്കുന്നത്. 25-ന് കേസ് ഡയറി ഹാജരാക്കാൻ ഇ ഡിക്ക് പ്രത്യേക കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2014-ൽ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ CBI-യും ഇ ഡിയും അന്വേഷണം തുടങ്ങിയത്. നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. 2000 കോടിക്കടുത്ത് വില വരുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ്. വ്യാജ സംഭാവന, വ്യാജ വാടക, അഡ്വാൻസ് പെരുപ്പിച്ചു കാട്ടിയ പരസ്യങ്ങൾ എന്നിവ വഴി 85 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ള സാം പിത്രോഡ, സുമൻ ഡേ എന്നിവരും പ്രതികളാണ്. 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും ഗാന്ധിമാർ അവകാശപ്പെടുന്നത് പോലെ യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും കുറ്റപത്രം ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി 25-ന് കുറ്റപത്രം അംഗീകരിക്കുന്നതിൽ വാദം കേൾക്കും. എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും പ്രതികാര രാഷ്ട്രീയമാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു. അല്ലെങ്കിലും ഇത്തരം ന്യായങ്ങളൊക്കെ പലരും പറയുന്നതാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അറിയാം സോണിയയും മകനും ഇനി അകത്ത് കിടക്കുമോ ഇല്ലയോ എന്നത്.